ഹായ് ഫ്രണ്ട്സ്, ഇതാണ് അമേസിംഗ് ഡെക്കോർ അവതരിപ്പിക്കുന്ന പുതിയ സെൽഫ് അസംബ്ലിംഗ് ബർത്ത്ഡേ പാക്കേജ്. പേര് പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഈ പാക്കേജ് അസംബിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതിന്റെ അസംബ്ലിംഗ് നോക്കിയാലോ, വാ. ആദ്യമായി ഞങ്ങൾ തന്നിരിക്കുന്ന 6x4 ഫീറ്റ് വരുന്ന ബാക്ക് ഡ്രോപ്പ് നിങ്ങൾക്ക് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ തന്നിരിക്കുന്ന വാൾ ഹുക്ക് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്യുക. വാൾ ഹുക്ക് ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ ഞങ്ങൾ തന്നിരിക്കുന്ന 2 സൈഡ് സെല്ലോ ടേപ്പ് വെച്ച് തന്നെ സ്ട്രോങ് ആക്കാൻ മറക്കാതിരിക്കുക. ഈ 2 സൈഡ് ടേപ്പ് കൊണ്ട് തന്നെ ബാക്ക് ഡ്രോപ്പിന്റെ ചുളിവുള്ള ഭാഗങ്ങളും മറ്റ് 4 സൈഡും വലിച്ചൊട്ടിക്കുക. ബാക്ക് ഡ്രോപ്പ് ഏറ്റവും മാക്സിമം ചുളിവില്ലാതെ ഒട്ടിക്കാൻ സാധിക്കുന്നു, അത്രത്തോളം അതിന്റെ റിസൾട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും. മാത്രമല്ല, ഇനി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ബലൂൺ എല്ലാം ഈ ബാക്ക് ഡ്രോപ്പിലായിരിക്കും. അതുകൊണ്ട് ബാക്ക് ഡ്രോപ്പ് ഏറ്റവും മാക്സിമം സ്ട്രോങ്ങിൽ ഒട്ടിക്കുക. ബാക്ക് ഡ്രോപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി ബലൂൺ വിരിപ്പിക്കൽ തന്നെയാണ്. ഈ തീമിന് ആവശ്യമായിട്ട് 4 കളർ തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് തീമാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബലൂൺ ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇനി പാക്കേജിലുള്ള മാനുവൽ പമ്പ് വെച്ചിട്ട് നമുക്ക് ബലൂൺ വിരിപ്പിച്ചു തുടങ്ങാം. ഇനി ബലൂൺ വിറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യം സെയിം കളർ ബലൂൺ വിറപ്പിക്കുക. ബലൂൺ വിറപ്പിക്കുമ്പോൾ ആദ്യം സെയിം സൈസിലും സെയിം കളറിലുള്ള ബലൂൺ ആദ്യം വിറപ്പിക്കുക. ആദ്യം വലിയ 4 എണ്ണം വീർപ്പിക്കുക, അത് 4ഉം കിട്ടുക ഈ വീഡിയോ കാണുന്ന പോലെ. പിന്നീട് അടുത്ത ചെറിയ 4 സെറ്റ് വീർപ്പിക്കുക. വീർപ്പിച്ച് കെട്ടിവച്ച 4 സെറ്റായ ബലൂണുകൾ ഓരോന്നായി വലുത് ചെറുത് എന്ന ക്രമത്തിൽ നൂല് കൊണ്ട് ഇതുപോലെ കെട്ടുക. അങ്ങനെ ഒരേ കളറിന്റെ 4 ബലൂൺ ഈ വീഡിയോ കാണുന്ന പോലെ കെട്ടിവെക്കുക. ഇതേപോലെ തന്നെ അടുത്ത കളർ വീർപ്പിച്ച് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷനായി കെട്ടി ഇതുപോലെ തന്നെ വയ്ക്കുക. ബലൂൺ വിറപ്പിക്കുമ്പോൾ ഈ 2 ബലൂൺ വെച്ച് എല്ലാത്തിൽ നിന്നും മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അവസാനം ഒരു ചെറിയ പൊടിക്കൈ കൂടിയുണ്ട് ഇതിനകത്ത്. ഇനി നിങ്ങൾ കെട്ടിവെച്ചേക്കുന്ന ബലൂൺ ഇതേപോലെ 2 സൈഡ് ടേപ്പിന്റെ സഹായത്തോടു കൂടി ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ ചെരിച്ച് സെറ്റ് ചെയ്യും. കുഞ്ഞിന്റെ ഫോട്ടോ മറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 സൈഡ് ടേപ്പ് വെച്ച് ബാക്ക് ഡ്രോപ്പും ബലൂണും കോണ്ടാക്ട് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനും മറക്കരുത്. ഇനി ബാക്കി വരുന്ന കുറച്ച് ബലൂൺ ഇതേപോലെ ഞങ്ങൾ തന്നിരിക്കുന്ന റബ്ബർ ബാൻഡും ബലൂൺ ഗ്ലൂവും വെച്ച് ഒട്ടിച്ച് അടിയിൽ വേര് പോലെ സെറ്റാക്കി വെക്കാം. പിന്നെ കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞ ബലൂൺ ഇതേപോലെ ചെറുതായി വീർപ്പിച്ച് ഇതേപോലെ 3 ഉണ്ടകളാക്കി നേരെ ആ ബലൂണിന്റെ പല സൈഡിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി കാണാൻ പിന്നെയും കൂടും. ഇനി ഞങ്ങൾ ഇതിൽ കുറച്ച് കട്ടൗട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കട്ടൗട്ടുകളെല്ലാം ബാക്കിൽ 2 സൈഡ് ഗം വെച്ച് ഒട്ടിച്ച് നേരെ ആ ബലൂണിന്റെ ഇടയിൽ പല സൈഡിലായിട്ട് വെക്കുക. ഇനി ഞങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ബാനർ ഇതേപോലെ നൂലിൽ കോർത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തൂക്കാം. അതിപ്പോൾ കേക്ക് സ്റ്റാൻഡിന്റെ മുമ്പിലോ അതല്ലെങ്കിൽ ആർച്ചിന്റെ മുമ്പിലോ ആവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെറ്റർ വൈസായി എവിടെയെങ്കിലും ഒട്ടിച്ചും നമുക്ക് ആ ഭംഗി വരുത്താം. ഫൈനലി നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ അവസാനം പ്രൊവൈഡ് ചെയ്ത ടോപ്പറും സ്നോയും ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാവുന്നതാണ്.